ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ടോപ്പിക്ക് മിക്ക വീടുകളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് കേട്ടോ. അത് എന്താണെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ഒക്കെ പറ്റുന്ന ടോപ്പിക്ക് തന്നെയാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പോൾ ടോപ്പിക്കിലേക്ക് കിടക്കാം. അതായത് നിങ്ങളുടെ ഭാര്യയുമായി നിങ്ങൾ വഴക്കുണ്ടാകുന്ന സമയത്ത് അവളുടെ മാതാപിതാക്കളെ നിങ്ങൾ മോശമായി ചിത്രീകരിക്കാറുണ്ടോ? അങ്ങനെ മോശമായി ചിത്രീകരിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ അത് നിങ്ങളുടെ ഭാവി ജീവിതത്തെ തീർച്ചയായിട്ടും ബാധിക്കുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിനക്ക് നിൻ്റെ മാതാപിതാക്കൾ എത്രത്തോളം പ്രീഷ്യസ് ആണോ അതുപോലെ തന്നെ നിൻ്റെ ഭാര്യയ്ക്കും അവളുടെ മാതാപിതാക്കൾ അത്രത്തോളം പ്രീഷ്യസ് ആണ്, വിലപ്പെട്ടതാണ്, ജീവനാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഈ മോശമായി അവരെ ചിത്രീകരിക്കുന്നത് കേട്ട് സഹിക്കണമെന്നില്ല. ചിലപ്പോൾ സഹിച്ച് നിൽക്കാം, പക്ഷേ അവളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ ഡൗൺ ആയി പോകും. നിങ്ങളോടുള്ള സ്നേഹം അതൊരു വെറുപ്പായി മാറുന്ന പ്രവണത തീർച്ചയായിട്ടും കാണാൻ കഴിയും ജീവിതത്തിലുടനീളം. നിങ്ങൾ ഇങ്ങനെയുള്ള സ്വഭാവം തുടരുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെറുപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ തവണ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ പേരൻസിനെ പറയും തോറും അവളുടെ ഉള്ളിൽ നിങ്ങളോട് സ്നേഹത്തിന് പകരം വെറുപ്പാണ് നിറയുന്നത്. അങ്ങനെ ഒരു കുടുംബജീവിതം മുന്നോട്ട് പോയുള്ള അവസ്ഥ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു കുടുംബജീവിതമാണ് മുന്നോട്ട് ആവശ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടെൻഡൻസി, നിങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാര്യയുടെ പാരൻസിനെ പറയുന്ന ആ ഒരു ടെൻഡൻസി നിർത്തുക. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു മോശം പ്രവണത നിങ്ങൾ കാണിക്കുന്നത്, ഈ ബോയ്സ് കാണിക്കുന്നത് നിങ്ങളുടെ വളർത്തു ദോഷമെന്ന് നമ്മൾ തിരിച്ച് പറഞ്ഞാലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങളുടെ വളർത്തു ദോഷം തന്നെ. അങ്ങനെ ഒരു പറയണം. നിങ്ങളുടെ ഭാര്യ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവളോട് സംസാരിക്കുക, സംസാരിച്ച് ഒത്തൊരുമയോടെ പോവുക, സംസാരിച്ച തീരാത്ത പ്രശ്നമില്ല. അത് നിങ്ങൾ തമ്മിൽ തീർക്കുക. അല്ലാതെ ഉടനെ അത് ഒന്നും അറിയാതെ അങ്ങ് ദൂരെ വീട്ടിലിരിക്കുന്ന അവളുടെ പാരൻസിനെ പറഞ്ഞിട്ട് കാര്യമില്ല. തീർച്ചയായിട്ടും പാരൻസ് ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത് തന്നെ. നിങ്ങളുടെ ഭാര്യ അവൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, ഓക്കെ, ഫോൺ എടുക്കുക, വിളിക്കാം, പറയാം, ഇവളിതുപോലെയാണ് കാണിക്കുന്നത്, ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുക, അങ്ങനെ പറയാം. നിങ്ങളുടെ മാതാപിതാക്കളായി തന്നെ കാണുക. ഭാര്യയുടെ മാതാപിതാക്കളെ നിങ്ങളുടെ മാതാപിതാക്കളായി തന്നെ കാണാത്തതിൻ്റെ പ്രശ്നമാണിത്. ഒരു കാര്യം മനസ്സിലാക്കുക, സ്നേഹമുള്ളിടത്ത് എന്തായാലും വഴക്കുണ്ടാകും ഫ്രണ്ട്സ്. സ്നേഹമുള്ളിടത്ത് എന്തായാലും വഴക്കുണ്ടാകും. പക്ഷേ ഈ സമയത്ത് എല്ലാം പറഞ്ഞ് ഭാര്യയുടെ പാരൻസിനെയും പറഞ്ഞ് അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ മാറി ഇവർ കൂടുകയും ചെയ്യും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു കരടായിട്ട് ഭാര്യയുടെ മനസ്സിൽ അവശേഷിക്കുന്നു. നിങ്ങളിത് വീണ്ടും വീണ്ടും ആവർത്തിക്കുക എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളത് പ്രതികരിക്കുക തന്നെ ചെയ്യും. കുടുംബജീവിതം പോക്കാണ് ഫ്രണ്ട്സ്. അപ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ എൻ്റെ ഭാര്യയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, അതൊക്കെ വെറുതെ, അങ്ങനെയുള്ളൊരു ചിന്താഗതി. അത് വലിയ ക്രെഡിറ്റായിട്ട് കൊണ്ടു നടക്കുന്നവരുണ്ട്. പക്ഷേ അവരോടും എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, പക്ഷേ അവളുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ആ സ്ഥാനം ഉണ്ടല്ലോ, ആ റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ഒരു എന്താണ് പറയുക, ഒരു വിശ്വാസം, സ്നേഹം, ഇതൊക്കെ വളരെ ഡൗൺ ആയിരിക്കും. ഒരു വെറുപ്പോട് കൂടിയായിരിക്കും അവർ നിങ്ങളുടെ കൂടെ നിൽക്കുന്നത്. വേറെ നിവർത്തിയില്ലാത്ത കൊണ്ട് നിൽക്കുന്നവരും ഉണ്ടാവും കേട്ടോ. വേറെ നിവർത്തിയില്ലാതെ നിങ്ങളുടെ കൂടെ നിൽക്കും. പ്രത്യേകിച്ചൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ മാത്രം വിചാരിച്ചൊക്കെ നിൽക്കുന്ന ഒത്തിരിയേ സ്ത്രീകളുണ്ട്. അത് നിങ്ങളുടെ ക്രെഡിറ്റായിട്ട് ഒരിക്കലും കാണരുത്. കാരണം സ്വന്തം പാരൻസിനെ പറയുന്നത് ഒരു സ്ത്രീകളും അക്സെപ്റ്റ് ചെയ്യില്ല. ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയാം. പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ഇങ്ങനെ വിളിച്ച് പറയുന്ന പ്രവണത ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ അപ്പോഴത്തെ ദേഷ്യത്തിന് പറയുന്നതായിരിക്കും. പക്ഷേ അതവിടെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഭാര്യയെ 2 പറഞ്ഞോളൂ. അതല്ല അവരുടെ പേരൻസ്, അവിടെ വീട്ടിലിരിക്കുന്ന പേരൻസ്, അവരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവരെ അറിയിക്കാൻ വേണമെങ്കിൽ. ഭാര്യമാർ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരാണ് നിങ്ങൾക്ക് വിവാഹം കഴിച്ച് തന്നത്, തീർച്ചയായിട്ടും അവരെ കൂടി അറിയിക്കാം. ഇന്നതുപോലെ വലിയ വിഷയങ്ങളാണെങ്കിൽ കേട്ടോ, ചെറിയ വിഷയങ്ങളാണെങ്കിൽ വെറുതെ അവരെയും കൂടി അറിയിച്ച് നാറാൻ നിൽക്കണ്ട. ചെറിയ മുള്ളുകൊണ്ട് എടുക്കാവുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് വിളിച്ച് അവരെ അറിയിക്കുമ്പോൾ അവരും കൂടി പറയും, അയ്യോ ഇത്രയും നട്ടലില്ലാത്തവനാണല്ലോ ദൈവമേ എൻ്റെ മോളെ കെട്ടിക്കൊണ്ട് പോയത്, യവൻ ഇതുപോലെ ഒന്ന് കൈകാര്യം ചെയ്യാനും ആവതില്ലേ ഈശ്വരാന്ന് അവർ തന്നെ വിചാരിക്കുക. അതുകൊണ്ട് വെറുതെ നാറാൻ നിൽക്കണ്ട. മാക്സിമം നമ്മൾ തന്നെ പറഞ്ഞ് തീർക്കുക.
പിന്നെ സാധാരണ ഒരു സൗന്ദര്യ പിണക്കം പോലെയല്ല നമ്മുടെ ഈ സ്ത്രീധന പ്രശ്നമൊക്കെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ അതൊക്കെ യുക്തി അനുസരിച്ച് തീരുമാനിക്കാം. അതൊക്കെ നമ്മൾ തീരുമാനിക്കാം അതിൻ്റെ വലിപ്പമൊക്കെ. പ്രശ്നങ്ങളുടെ വലിപ്പം ചെറുപ്പം അനുസരിച്ച് പാരൻസിനെ മോശമായിട്ട് പറയുന്നതിനെ മാത്രമാണ് ഞാനിവിടെ പറയുന്നത് കേട്ടോ. അല്ലാതെ നിങ്ങളെ പാരൻസിന് എല്ലാത്തിനും നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ മരണം വരെയും നിങ്ങളുടെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാരൻസിന് ഉത്തരവാദിത്തമുണ്ട്. അത് അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കി വിടാനല്ല പറയുന്നത്. അവർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലെന്നല്ല പറയുന്നത്. ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക പാരൻസിന്, അത്രയേ ഉള്ളൂ. അവർക്ക് അവരുടേതായ സ്ഥാനമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥാനമുണ്ട്. ഭാര്യയ്ക്ക് ഭാര്യയുടേതായ സ്ഥാനം, ഭർത്താവിന് ഭർത്താവിൻ്റേതായ സ്ഥാനം. ആ സ്ഥാനങ്ങൾ കീപ്പ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.